നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. പാർട്ട് 1 നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ രാത്രി 9:30 ആണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 8 മണിയോട് കൂടി നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ നമ്മളുണ്ടായിരുന്ന 2 നൈറ്റ്സും 3 ഡേയും ആയിരുന്നു. അപ്പോൾ ആ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയിൽ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ജോളിവുഡ് പറഞ്ഞ പാർക്കിലേക്കായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് പാർട്ട് 1 ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിവിടെ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ഡേ 2 നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, സുവോളജിക്കൽ പാർക്കിലേക്കായിരുന്നു. ബന്നാർഘട്ട സുവോളജിക്കൽ പാർക്കിലേക്കായിരുന്നു. അപ്പോൾ അവിടെ സൂ ഒക്കെ കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ പോകുന്നത് നമ്മൾ ജംഗൽ സഫാരി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബസ്സിൽ കാടിനുള്ളിലേക്ക് പോയിട്ട് അവിടെ മൃഗങ്ങളെ കാണുകയാണ്. അപ്പം തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബസ്സിൽ നല്ല റഷ് തന്നെയായിരുന്നു, കുറച്ചധികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും എടുത്ത വീഡിയോസൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കുറേ അധികം ആനിമൽസിനൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കാട്ടുപോത്ത്, അതുപോലെ തന്നെ ലയണും ടൈഗർ വെള്ള ടൈഗറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ വണ്ടിനോട് ചാരിയിട്ട് തന്നെയാണ് അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. വണ്ടിനോട് അടുത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നിനും ഓരോ ഗേറ്റാണ്. ഓരോ ഗേറ്റ് ഇങ്ങനെ കടന്നിട്ട് വേണം നമുക്ക് അവരുടെ ആ ഒരു ആവാസ കേന്ദ്രത്തിൽ എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് മൃഗങ്ങളെ അവിടെ കാണാൻ പറ്റും. ജംഗൽ സഫാരിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇനി നമ്മളവിടെ സൂ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. സൂവിൻ്റെ എൻട്രിയിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത് തന്നെ ജിറാഫ്, പിന്നെ സീബ്ര ഒക്കെയാണ്. ഞാൻ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഏക്കറയിൽ പരന്ന് കിടക്കുന്ന ഒരു സൂ ആണ്. അപ്പോൾ നമ്മൾ മൈസൂർ സൂ ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളത് കാണാനായിട്ട് പോയിട്ടില്ല. കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മറ്റു മൃഗങ്ങളെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സൂ എന്നൊക്കെ നമ്മൾ കണ്ടിറങ്ങി. അന്നത്തെ ദിവസം ഇനി നമ്മൾ പോകുന്നത് MG റോഡിലേക്കാണ്. ഇനി അവിടെയും കൂടെ കവർ ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ട്രാവൽ ചെയ്യാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്ന അവിടുത്തെ മെട്രോയും അതുപോലെ തന്നെ ബസ്സൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ബസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെയല്ല, അധികം മെട്രോ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് MG റോഡിലേക്കായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് എംപയർ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ റൂമിലോട്ട് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് MG റോഡ്. നല്ല ക്രൗഡഡ് ആയിരുന്നു. അവിടെ നമ്മുടെ ചർച്ച് സ്ട്രീറ്റിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ നമ്മുടെ ഫുഡ് കഴിച്ച ഹോട്ടലാണ് ഈ കാണുന്നത്, എംപയർ ഹോട്ടൽ. ഇവിടെ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. തിരക്കിട്ടില്ലാത്ത നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഒരു 10-12 മണിയോട് കൂടിയാണ് ഇവിടുന്ന് നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അന്നേ ദിവസത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം ഒന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അധികം അവിടെ ഇവിടെ ആയിട്ട് എടുത്ത ക്ലിപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ
ചിക്പേട്ട മാർക്കറ്റിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതിൽ മിസ്സിങ് ആണ്. ഇനിയിപ്പോഴത്തെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നാണ് നമ്മൾ നാട്ടിലോട്ട് മടങ്ങുന്നത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ രാവിലെ ഇവിടെ നമ്മുടെ മാൾ ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളിൽ വന്നിട്ടുള്ളതായിരുന്നു. ഫോണിക്സ് മാൾ എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഫോണിക്സ് മാളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് വിധാൻ സൗദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ശരിക്കും ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നാണ് നമ്മൾ പോരുന്ന ആ ഒരു ദിവസമാണ് പെരും മഴയായിരുന്നു പിന്നെ അവിടെ. അപ്പം പിന്നെ നമ്മൾ ആ ഒരു മഴയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് UB സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാളിലേക്കാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് രാത്രി പിന്നെ നമ്മൾ തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ബാംഗ്ലൂർ പോകുന്നവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകും വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.